അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിൽ നിന്ന് ജോയ്മോൻ ചേരുകയാണ്. ജോയ്മോൻ, 5 സീറ്റുകളുള്ള സ്ഥലമാണ് ഇടുക്കി. എന്തായാലും നമ്മൾ മുൻപ് പറയാറുള്ളത് പോലെ ചില ജില്ലകൾ അത് തൂത്തുവാരുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. വലിയ പോരാട്ടം എല്ലായിടത്തും കാണാം. അതോടൊപ്പം കേരള കോൺഗ്രസുകളുടെ ഒരു ശക്തി കേന്ദ്രം കൂടി ആ തരത്തിൽ കൂടി വിലയിരുത്തപ്പെടുന്ന ഒരു ജില്ല. തീർച്ചയായും രുജേഷ്, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. അതായത് ഈ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ UDF വലിയൊരു നേട്ടം, അതായത് ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 5ഉം നേടാമെന്നൊരു പ്രതീക്ഷ പലപ്പോഴും, അത് തെരഞ്ഞെടുപ്പിന് മുൻപ് പലപ്പോഴും അത് പങ്കുവച്ച അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടുകൂടി മികച്ചൊരു പോരാട്ടം കാഴ്ചവെച്ചൊരു മണ്ഡലമാണ്. അതായത് ഈ തൊടുപുഴ, അതുപോലെ പ്രധാനപ്പെട്ട തൊടുപുഴ, അതായത് കേരള കോൺഗ്രസിൻ്റെ ശക്തി കോട്ടയ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ തൊടുപുഴ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൂടാതെ തന്നെ ബാക്കി 4 സീറ്റുകൾ കഴിഞ്ഞ തവണ LDF-ന് അനുകൂലമാണെങ്കിൽ ഇത്തവണ അതും പിടിച്ചെടുക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് UDF മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ ആകെ നേരിട്ടത്. പക്ഷേ ഇന്ന് തന്നെയായാലും ഇന്ന് ആദ്യം മുതൽ, അതായത് ആദ്യ മണിക്കൂർ മുതൽ, തെരഞ്ഞെടുപ്പ് ദിവസമായി ഇന്ന് ആദ്യ മണിക്കൂറുകൾ മുതൽ ശാന്തവും അതുപോലെ തന്നെ സുഗമമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇടുക്കിയിൽ ആകമാനം നടന്നത്. അതായത് സംഘർഷ സാധ്യതകളൊന്നും എങ്ങും തന്നെ, അതായത് അത്തരത്തിൽ വലിയ സംഘർഷ സാധ്യതയോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നബാധിതമായുള്ള പ്രശ്നങ്ങളൊന്നും യാതൊരുവിധ ബൂത്തുകളിലും അല്ലെങ്കിൽ ജില്ലയിൽ ഒട്ടാകെയുള്ള ഒരു ബൂത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമെന്ന് പറയാനായിട്ട്. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിൽ നേരിയൊരു വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതായത് 77.14% അവസാനമായി നമുക്ക് ലഭിക്കുമ്പോൾ ഇടുക്കിയിൽ ജില്ലയിൽ ആകമാനം നടന്ന പോളിംഗ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഉടുമ്പൻചോലയും ദേവികുളമാണ്. അതായത് ഈ തോട്ടം തൊഴിലാളികൾ ഏറെയുള്ള ഈ 2 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ മുൻകാലങ്ങളിൽ നിരവധി ആരോപണങ്ങൾ, അത് ഇരട്ട വോട്ട് ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു, പല പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതൊന്നും തന്നെ ഇവിടെ ബാധിച്ചില്ല. താരതമ്യേന പോളിംഗ് കുറവ് രേഖപ്പെടുത്തുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതും ഈ 2 മണ്ഡലങ്ങളിലാണ്. അതായത് ഉടുമ്പൻചോല LDF-ന്റെ കോട്ടയായിട്ട് തുടരുമ്പോഴത്തേക്ക് ദേവികുളത്താണെങ്കിൽ ത്രികോണ പോരാട്ടത്തിലേക്കാണ് ഇത്തവണ കാര്യങ്ങൾ നീങ്ങുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ ഇടുക്കിയിലായാലും, അതായത് ഈ ജില്ലയിൽ തന്നെയായാലും ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഇടുക്കിയിലാണ്. അതായത് 75.40%. അവിടെ തന്നെയായിട്ട് നമുക്കറിയാം മുൻ മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്നു. എതിരാളിയായിട്ട് റോയ് കെ പൗലോസ്, UDF റോയ് കെ പൗലോസിനെ അണിനിരത്തി ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ UDF-ന് ഏറെ പ്രതീക്ഷകളുള്ള മണ്ഡലം കൂടിയാണ് ഇടുക്കി. അതായത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം LDF-ന് കുറഞ്ഞിരുന്നു. അതായത് 5000 മണ്ഡലം മാത്രമായിരുന്നു. അത് എന്തായാലും ഇടുക്കിയിലും വലിയ ആവേശം കാണാം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ഉടുമ്പൻചോലയിലും അതോടൊപ്പം ദേവികുളത്തുമൊക്കെ തമിഴ് സംസാരിക്കുന്ന തോട്ടം തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള കുറേ വോട്ടുകൾ അത് അനധികൃതമാണെന്ന ആരോപണം പലപ്പോഴും ഉന്നയിക്കുന്നതാണ്. എന്തായാലും SIR-നൊക്കെ ശേഷം പല വോട്ടുകളും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഏത് തരത്തിൽ ഈ മണ്ഡലങ്ങൾ വിധി എഴുതിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മൾ കോട്ടയം